നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിപ്പം രാജേന്ദ്രൻ പന്തളം സാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന വിഷയം, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ജോഡിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും. അപ്പോൾ നമുക്കറിയാം, അത് വളരെ ഒരു വശത്ത് ട്രോളുകളുണ്ട്, ഒരു വശത്ത് ആഘോഷമാക്കുന്നവരുണ്ട്, അങ്ങനെ പോവുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ഒരു ബന്ധത്തെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിച്ച് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രവൃത്തി. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ അങ്ങ് വിലയിരുത്തുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസം, അതായത് 13-ാം തീയതി വരെ മൺസൂൺ സെഷനിൽ ചുണയുണ്ടോ ഉത്തരം പറയാൻ എന്ന് അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി, എൻ്റെ കണ്ണിലോട്ട് നോക്കാൻ അയാൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായിട്ട് ഇന്നലെ അമിത്ഷാ വന്നു, പ്രധാനമന്ത്രി വന്നു. എല്ലാവരെയും നേർക്ക് നേർ നിന്ന് ഞാൻ കണ്ടു. അമിത്ഷാ രാഹുൽ ഗാന്ധിക്ക് നേർക്ക് നേർ നിന്നുകൊണ്ട് വന്ദേ മാതരം ചൊല്ലിപ്പിച്ചു. മുഴുവൻ പാട്ടും അവിടെ നിന്ന് ചൊല്ലിച്ചു. ആ ചൊല്ലിച്ചത് അതിന് വലിയൊരു ശിക്ഷയാണ്. കാരണം കേരളം ഇത് മുറിച്ചാണ് ചൊല്ലുന്നത്, സ്വാതന്ത്ര്യദിനത്തിൽ പോലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം നിയമം വഴി ഇത് എല്ലാവരും മുഴുവൻ ചൊല്ലണമെന്ന് പറഞ്ഞെങ്കിലും മുറിച്ചാണ് ചൊല്ലുന്നത്. അവിടെ വെച്ച് മുഴുവൻ ചൊല്ലിപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിന് ഇനി മുറിച്ച് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അവർ മുഴുവൻ ചൊല്ലിപ്പിച്ച് വിട്ടു ചോദിച്ചു, എന്ത് ചോദ്യം വേണമെങ്കിലും ഞാൻ പറയാം, 24 മണിക്കൂർ ചർച്ചയ്ക്ക് വേണമെങ്കിലും ഞാൻ തയ്യാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പേടിച്ചോടി. അപ്പോൾ ആർക്കാ പേടി? രാഹുൽ ഗാന്ധി പേടിച്ചോടി, പാർലമെൻറ്റ് കുളമാക്കി. കാരണം ഈ മറുപടി അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല രാഹുൽ ഗാന്ധിക്ക് എന്നുള്ള വസ്തുത. അപ്പോൾ ചില നായ്ക്കളുണ്ട്, വഴി വെച്ച് കടി ഏറ്റതിന് വീട്ടിൽ ചെന്ന് 10 കുര കുറയ്ക്കും, മൂങ്ങും എന്ന് പറയുന്നത് പോലെ ഇയാൾ അവിടെ ഒരു രചനാത്മക് ശിബിരം എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയുടെ ശിബിരം നടത്തി. അവിടെ പോയിട്ട് അയാളൊരു നാടകം കളിച്ചു. കംപ്ലീറ്റ് ബഫൂണറി. പാർലമെൻറ്റിലും അത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. ബഫൂണറി എന്ന് പറഞ്ഞാൽ ഒരാളിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ ആളിനെ ഓടിപ്പോയൊരു കെട്ടിപ്പിടിക്കുക. ഇങ്ങനെയാണ് നരേന്ദ്രമോദിയും ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജനാധിപത്യപരമായി ഇറ്റലി തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രങ്ങളിലൊന്നാണ്. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ 2-ാം ലോക മഹായുദ്ധമൊക്കെ പങ്കെടുത്ത ഇറ്റലിക്ക് ഇപ്പോഴും അതിൻ്റെ പണ്ടന്നായുടെ ശൗര്യം നിലച്ചിട്ടില്ലാത്ത റോം അവിടെയാണ്, വത്തിക്കാൻ അവിടെയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ബഹുമാന്യമായ രാജ്യമാണത്. മക്ക മദീന പോലെ പുണ്യമായിട്ടുള്ളൊരു സ്ഥലവുമാണ്. അതിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പവിത്രതയുണ്ട്. മോദിയുടെ കൊച്ചുമകളാവാൻ പ്രായമുള്ളൂ. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം അത് വ്യക്തിബന്ധങ്ങളിലൂടെയും പുഷ്ടിപ്പെടുത്തുന്നതിൻ്റെ ഫലമായിട്ട് മോദി ഏറ്റവും കൂടുതൽ തവണ സന്ദർശിക്കുകയും മോദിയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ജോർജിയ മെലണി. മോദി എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വകാര്യ ആവശ്യത്തിന് ഈ രാഹുൽ ഗാന്ധി പട്ടായയിൽ പോകുന്നത് പോലെ, പട്ടായയിൽ പോകുന്നതിൻ്റെ ഫലമായിട്ട് ലവർ ഓഫ് പട്ടായ LOP, ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നുള്ളതിന് LOP പറയുന്നത്, ലവർ ഓഫ് പട്ടായിക്ക് LOP പറയുന്നത് എന്ന അപരനാമധേയം പോലും സമ്പാദിച്ചിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയെപ്പോലെ എന്തെങ്കിലും ദുഷ്പേര് ഇതുവരെ മോദിയുടെ ജീവചരിത്രത്തിലുണ്ടായിട്ടില്ല. കല്യാണം പോലും കഴിക്കാതെ തുല്യനായി ജീവിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഓഫീസ് വീട് വേറെ ഇല്ല. അതും തപസ്സു പോലെ തൻ്റെ ജോലി ചെയ്യുന്നു. രാവിലെ അദ്ദേഹം 8 മണിക്ക് പോയാൽ രാത്രി സെക്രട്ടറിമാരെല്ലാം പിരിഞ്ഞു കഴിഞ്ഞ് രാത്രി വൈകി ആകപ്പാടെ 8 മണിക്കൂർ ഉറങ്ങുന്നത് സംശയമാണ്. അതിലും കുറച്ചേ ഉറങ്ങുന്നുള്ളൂ. എന്നിട്ടും ഒരു മൂക്കിപ്പനി പോലും വന്നിട്ടില്ല. അങ്ങനെ താപസ തുല്യമായി തൻ്റെ ജോലിയെ ഗൗരവമായി എടുക്കുന്ന ആൾ ഇന്ത്യയെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് ക്യാബിനറ്റ് റാങ്ക് അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ ശമ്പളവും ആനുകൂല്യങ്ങളും നികുതിപ്പണം കൊണ്ട് പറ്റിക്കൊണ്ട് ഇരിക്കുന്ന ഒരാൾ ഇടയ്ക്കിടയ്ക്ക് പട്ടായയിലേക്ക് പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് വെറോണിക്ക എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിനെ കാണാൻ പോകുന്നു, കൊളംബിയയിലേക്ക് പോകുന്നു, സ്വകാര്യ കാര്യങ്ങൾ. പക്ഷേ താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തന്നെ ജയിപ്പിച്ചു വിട്ട, തന്നെ പ്രതിപക്ഷ നേതാവാക്കിയ ബഹുലക്ഷം വരുന്ന ഇന്ത്യയിലെ ജനങ്ങളോട് പറയാനൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഥകളൊന്നും അറിയാൻ, നമുക്ക് സ്വകാര്യ ജീവിതം അറിയാൻ നമുക്ക് താല്പര്യമില്ല, വോയർസും ഇല്ല. ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്, എന്തുമാകട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അറിയണം. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മൗനമാണ്. അദ്ദേഹം Z കാറ്റഗറിയുള്ള ആളാണ്. രാജീവ് ഗാന്ധിയുടെ മകനായതുകൊണ്ട് പ്രത്യേക പ്രൊട്ടക്ഷനുണ്ട്. അത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പോലീസുകാരെ അടിച്ചൊടിച്ചിട്ട് ഒറ്റയ്ക്കാണ് അദ്ദേഹം പോകുന്നത്. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിന് കുഴപ്പം, നാണക്കേടാണത്. അങ്ങനെയുള്ള ഒരാളാണ് നരേന്ദ്രമോദിയെയും ഈ മെലണിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ടൊരു നാടകം കളിക്കുന്നത്.
കഴിഞ്ഞ ദിവസം ഈ ചർച്ച നടത്താൻ തയ്യാറാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വി ആർ നോട്ട് ഇൻട്രസ്റ്റ് ഇൻ ഡിബേറ്റ്. ഇയാൾ പിന്നെ എന്തിനാണ് പാർലമെൻറ്റ് അംഗമായത്? പാർലമെൻറ്റ് ഈസ് ഫോർ ഡിബേറ്റ്. അതാണ് നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. വി ആർ നോട്ട് ഇൻട്രസ്റ്റ് ഇൻ ഡിബേറ്റ്. പിന്നെ എന്താ പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടത്? വി വാണ്ട് അമിത്ഷാ ആൻഡ് മോദി ടു റിസൈൻ. അണ്ടിൽ ദെൻ ദേ വോണ്ട് സ്ലീപ്പ്. അവരെ ഞങ്ങൾ ഉറക്കത്തില്ലെന്ന്. മനോനില തെറ്റിയ ഒരു പൗരൻ്റെ അഭിപ്രായ പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൽ നമ്മൾ കേൾക്കുന്നത്. സമനില തെറ്റിയ ഒരാളിൻ്റെ, പക്വത ആർജിച്ചിട്ടില്ലാത്ത ഒരാളിൻ്റെ, നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ ബാലക് ബുദ്ധിയുടെ ഉദീരണങ്ങളാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നത്. പെരുമാറാൻ അറിയത്തില്ല. ഒരു വെള്ള ടീഷർട്ട് വിട്ടുകൊണ്ടാണ് പാർലമെൻറ്റിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് ചുംബനം കൊടുക്കുന്നു. ഇതൊക്കെ വീട്ടിൽ വെച്ച് ചെയ്തു കൂടാവുന്ന കാര്യങ്ങളല്ലേ? അതുപോലെ നരേന്ദ്രമോദിയെ പിടിച്ച് ഓർക്കാപ്പുറത്ത്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്, പാർലമെൻറ്റിൻ്റെ ഒരു പവിത്രതയുണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഇപ്പോൾ ഓർക്കാപ്പുറത്ത് ഉമ്മ. ഇതിനൊക്കെ ഒരു പ്രോട്ടോക്കോളും മര്യാദകളും ഒക്കെ നമ്മൾ ഓഫീസുകളിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ? എന്താ അത്? നമുക്ക് പേടിയുള്ളത് കൊണ്ടല്ല, അതിൻ്റെ ഒരു മര്യാദയും അച്ചടക്കവും ഡിസിപ്ലിനും ഒക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാതെ കയറൂരി വിട്ട ഒരു കാളക്കൂറ്റിനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. കാണിച്ചിട്ട് തരുന്ന തമാശയാണെന്ന് അത് കണ്ണടച്ച് കാണും, ഒറ്റ കണ്ണടച്ച് കാണിക്കും, ബ്ലിങ്കിങ്. എന്തൊക്കെയാണ് ഈ കാണിച്ച് കൂട്ടിയെത്തിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തു സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്? ഇത് രചനാത്മക ശിബിരത്തിൽ വെച്ചാണ് കാണിച്ചത്. സംഹാരാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല എന്തെങ്കിലും ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടോ? ഇദ്ദേഹം വിദേശത്ത് പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. വിദേശ രാജ്യങ്ങളോട് പറയുന്ന ഇന്ത്യയിൽ വന്ന് ഇടപെടണം, മോദി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണം, അവിടെ ജനാധിപത്യം സ്തംഭനത്തിലാണ്. പണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് മാത്രമേ ഇത്ര പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ. അതും ഇത്ര പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം. ഇസ്ലാമാബാദിലേക്ക് എന്നിട്ട് പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ് എന്ന് പ്രസ്താവിച്ചു. മാതൃഭൂമി എന്ന എഡിറ്റോറിയൽ എഴുതി ഞാൻ ഇന്നും ഓർക്കുന്നു അദ്ദേഹത്തിനെതിരെ. മനസ്സിലായോ? അത്തരം പ്രവർത്തനങ്ങളാണ് ഇന്ത്യയെ നാണക്കെടുത്താൻ വേണ്ടി ഈ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നാണക്കേടാണ്. ഇതാണ് വാസ്തവത്തിൽ BJPയുടെ യുണീക്ക് സെല്ലിംഗ് പോയിൻറ്റ്സ്. ഓരോ വ്യാപാരത്തിലും ഓരോ യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് ഉണ്ട്. അത് BJPയുടെയും NDAയുടെയും യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന ഈ മനുഷ്യനാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ വിഡ്ഢിത്തരങ്ങൾ സെൽഫ് ഗോളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾ പോലും അടിക്കാതെ മോദി ടീമിന്, NDA ടീമിന് ജയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മളതല്ല ആഗ്രഹിക്കുന്നത്. മോദി BJP എന്നും ഭരിക്കണമെന്നല്ല. കോൺഗ്രസ് ഭരിക്കട്ടെ, മാറി മാറി ഭരിക്കട്ടെ. ചെക്സ് ആൻഡ് ബാലൻസസ് ആണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഗ്യാരൻറ്റി. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ സ്റ്റാഗ്നേഷനായിരിക്കും ഫലം. ജനാധിപത്യം ചലനാത്മകമാകാതെ വരും. പക്ഷെ ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരുത്തില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി കൂടിയാണ് ഇന്നലത്തെ ആ രചനാത്മക പരിപാടിയിൽ നടന്നത്. അതാണ് നടത്തിയത്. ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെ പോലെ പെരുമാറി. കൊമേഡിയനെ പോലെ സ്റ്റാൻഡിങ് എന്നാൽ കൊമേഡിയനാണോ? അതുമല്ല. ഇത് വളരെ നമുക്ക് കഷ്ടം തോന്നുകയാണ്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി കുടുംബത്തിൽ ജനിച്ച, നെഹ്റു കുടുംബത്തിൽ ജനിച്ച, അതിൻ്റെ അനന്തര തലമുറയിൽപ്പെട്ട ഒരാൾ ഇങ്ങനെയൊക്കെ പെരുമാറുക. സഞ്ജയ് ഗാന്ധി പോലും ഇതുപോലെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പാർട്ടിക്കൊരു നാണക്കേടായിട്ടും ഇത് പറഞ്ഞു കൊടുക്കാൻ വിവരമുള്ള ആരുമില്ല. അദ്ദേഹത്തിനെ ഉപദേശിക്കുന്ന ആരാണ്? നമ്മുടെ KC വേണുഗോപാൽ, അതുപോലെ ജയറാം രമേശ്, പവൻ ഖേര. ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ അവർ മാത്രമേ ഉള്ളൂ. അവരുടെ തലയ്ക്കകത്ത് ആൾതാമസമുണ്ടോ അതോ ഇയാളെ കൊണ്ടുവന്ന് ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ എന്നെനിക്കറിയില്ല. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന് കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇത്. കോൺഗ്രസ്സിനാണ് ഇതിൻ്റെ നാണക്കേട്. ശശി തരൂർ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ജെൻസി പ്രക്ഷോഭത്തിൽ നമുക്ക് എന്തുകൊണ്ട് ജനപിന്തുണ ലഭിച്ചില്ല? ഇനിയിപ്പോൾ പാർലമെൻറ്റിനകത്ത് നോക്കിക്കോളൂ. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ മുങ്ങി മരിച്ചപ്പോൾ കേരളത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യപ്പെടാനുള്ള ഒരു സൗകര്യമായിരുന്നു മൺസൂൺ സെഷൻ. അതിനവസരമുണ്ടാക്കിയില്ല. ബഹളം വെച്ചുകൊണ്ട് മന്ത്രിമാരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള സുവർണാവസരം, കേരളത്തിൻ്റെ സുവർണാവസരം, അതാണ് രാഹുൽ ഗാന്ധിയും കമ്പനിയും അവിടെ നഷ്ടപ്പെടുത്തിയത്. എന്നിട്ട് വിദേശ രാജ്യങ്ങളെപ്പോലും ഇതിപ്പോൾ വാർത്തയായി കാണും. ജോർജിയ മെലഡി അറിഞ്ഞു കാണും. അവർക്ക് നാണക്കേട്. മാനനഷ്ടത്തിന് അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ സമാധാനം പറയണം.
മാനനഷ്ടത്തിന്. സോണിയാഗാന്ധിയുടെ മാതൃരാജ്യമാണത്. ഇയാളും സമാധാനം പറയണം. ഇറ്റലി എന്ന് പറയുന്നത് അത്ര പണമില്ലാത്ത രാഷ്ട്രമൊന്നുമല്ല. കേസിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുരുങ്ങും. ഇറ്റലിയിൽ മേലെ ഇനി കയറാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അവർ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഷെങ്കൻ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ടല്ലോ, ആ രാജ്യങ്ങളുടെ ഭാഗം. ഒരൊറ്റ രാജ്യത്ത് ഇയാളെ കയറ്റാതാവും. ഇയാളെ സഖിമാരെയൊക്കെ കാണാൻ പിന്നെ വേറെ ആഫ്രിക്കയിലോ മറ്റെവിടെയെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ വളരെ ഒരു നാണക്കേടാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൽ കാണിച്ചതും അതുതന്നെ. ഒരു രാജ്യത്തിലെ പാർലമെൻറ്റിലെ സിസ്റ്റത്തിനകത്തും കടന്നു കയറാത്ത തരത്തിലുള്ള കോമഡി ഷോ ആക്കി പാർലമെൻറ്റിനെ മാറ്റി. അതിന് പുറത്ത് വേറൊരു ഷോ നടത്തി സ്വയം അവകാശനായി തീർന്നു. രാജ്യാന്തര മര്യാദകൾ അറിയാത്ത, ഭരണഘടന അറിയാത്ത ഒരാളായിട്ട്. ആ ഭരണഘടന ചട്ടങ്ങൾ, പാർലമെൻ്ററി ചട്ടങ്ങൾ, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ ചട്ടങ്ങൾ അറിയാതെയാണ് ഇയാൾ പെരുമാറുന്നത്. ഇയാളെന്താ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ പാർലമെൻ്ററി ചട്ടത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റിന് യാതൊരു പ്രൊവിഷനുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവിന് യാതൊരു വിധമായിട്ടുള്ള അവകാശമില്ല. രാഷ്ട്രത്തെ ബാധിക്കുന്ന ഏതെങ്കിലും വലിയൊരു വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ആൾ മരിച്ചു, അല്ലെങ്കിൽ രാജ്യം ആക്രമിക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ വകുപ്പിൻ്റെ മന്ത്രി വന്ന് സ്വയം സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, കേട്ടുകൊണ്ടിരിക്കുക. അവിടെ ചോദ്യങ്ങളില്ല, ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ. ഇത് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരം ഞാൻ പറയാം. ഏത് പെല്ലറ്റിനെ കുറിച്ചെങ്കിൽ പെല്ലറ്റ്, ബുള്ളറ്റിനെ കുറിച്ചെങ്കിൽ ബുള്ളറ്റിനെ കുറിച്ച് തയ്യാറായിട്ട് റെഡിയായിട്ട് വന്നപ്പോൾ അവിടുന്ന് ഒളിച്ചോടിപ്പോയി. ആ അവസരം നല്ലൊരു സംവാദം കാണാനുള്ള, സംവാദാത്മകമായിരിക്കണം പാർലമെൻ്ററി ജനാധിപത്യം. ആ സംവാദം കാണാനുള്ള സാധാരണ മനുഷ്യൻ്റെ അവസരം പോലും നിഷേധിച്ചുകൊണ്ട് നിഷേധാത്മക രാഷ്ട്രീയത്തിൻ്റെ, അരാജകത്വത്തിൻ്റെ, നഗര നക്സലൈറ്റിൻ്റെ, മനോനില തെറ്റിയവൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണോ ഈ മനുഷ്യൻ കാണിക്കുന്നത്? ഇത് ഇന്ത്യക്ക് നല്ലതല്ല, കോൺഗ്രസിന് നല്ലതല്ല, നെഹ്റു കുടുംബത്തിനും അത്ര ഭംഗിയല്ല. എന്നാലും ഈ വിഷയത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ.